മലക്കം മറിച്ചിലിൽ ഇനി എന്ത്? പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് അങ്ങനെ കുഴഞ്ഞു മറിയുകയാണ്. കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് ഒത്തുതീർപ്പാക്കാൻ പ്രതിഭാഗത്തിന്റെ നീക്കം. രാഹുൽ പി ഗോപാലിനെതിരെ പരാതിയിൽ നിന്ന് പെൺകുട്ടിയുടെ സത്യവാങ്മൂലം കോടതിയിൽ ഹാജരാക്കും. പെൺകുട്ടി പ്രതിയുടെ കസ്റ്റഡിയിലാണെന്നും സമ്മർദ്ദത്തെ തുടർന്നാണ് മൊഴി മാറ്റിയതെന്നും പിതാവ് ആരോപിക്കുന്നു. നാടകീയ നീക്കങ്ങൾക്ക് പിന്നാലെയാണ് കേസ് ഒത്തുതീർക്കാനുള്ള ശ്രമം. പരാതിയില്ലെന്ന പെൺകുട്ടിയുടെ സത്യവാങ്മൂലം പ്രതിഭാഗം ഹൈക്കോടതിയിൽ സമർപ്പിക്കും. മൊഴിമാറ്റം സമ്മർദ്ദം മൂലമെന്ന പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിച്ചു. പ്രതി രാഹുൽ പി ഗോപാലിന്റെ കുടുംബത്തിന്റെ കസ്റ്റഡിയിലാണ് മകളെന്നും പിതാവിന്റെ ആരോപണം. ഞങ്ങളെ പോലും സമ്മർദ്ദത്തിലാക്കി. അവളങ്ങനെ പറഞ്ഞത് ശരിക്കും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്. വാർത്താ മാധ്യമങ്ങളിലൂടെ അവർക്ക് ഈ വിവരം കിട്ടിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ പരാതി കൊടുത്തതും ഞാൻ പറഞ്ഞതും ഒക്കെ. അതിനെ മറികടക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അത്രേ ഉള്ളൂ. അപ്പോഴും അവരുടെ കസ്റ്റഡിയിൽ നിന്ന് അവർ പറയിപ്പിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ഷമീം പക്സാൻ 24-നോട് പറഞ്ഞു. പരാതിക്കാരിയും ഒന്നാം പ്രതി രാഹുലും തമ്മിൽ സൗന്ദര്യപ്പിണക്കം മാത്രമേ ഉള്ളൂ. ആ സൗന്ദര്യപ്പിണക്കം അവർ പറഞ്ഞു തീർക്കാവുന്ന കാര്യമാണ്. അത്തരത്തിലൊരു സൗന്ദര്യപ്പിണക്കത്തിൻ്റെ വിഷയത്തിൽ ഇത്തരത്തിലും വളരെ വലിയ രീതിയിലേക്ക് ഈ കേസിനെ കൊണ്ടുപോകേണ്ട ആവശ്യം പോലീസിനില്ലായിരുന്നു. ഒന്നാം പ്രതിയായ രാഹുൽ ഉപദ്രവിച്ചു എന്ന് പറയുന്നതിൻ്റെ വോൺ സർട്ടിഫിക്കറ്റ് പോലും ഇന്നേ ദിവസം വരെ ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 മുമ്പാകെ ബോധിപ്പിച്ചിട്ടില്ല. കേസിൽ അടുത്തയാഴ്ച കുറ്റപത്രം സമർപ്പിക്കും. അന്വേഷണ സംഘം നിയമോപദേശവും തേടിയിട്ടുണ്ട്. അതിനിടെ പെൺകുട്ടിയെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതി വടക്കേക്കര പോലീസ് കഴക്കൂട്ടം പോലീസിന് കൈമാറി. 24 കൊച്ചി.